നമസ്കാരം. പൂർണ്ണത്രേശാശരണം. ധനുമാസത്തിലെ ഏകാദശി കാർത്തിക നാളും ഈ വരുന്ന വെള്ളിയാഴ്ച അന്നാണ് വിശേഷാൽ വൈകുണ്ഠ ഏകാദശി. നമ്മളൊക്കെ സ്വർഗവാതിൽ ഏകാദശി എന്നൊക്കെ പറയാറുണ്ട്. ഇതിനു മുമ്പ് ഗുരുവായൂർ ഏകാദശി വീഡിയോ നടത്തിയ സമയത്ത് ഏകാദശിയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഗുരുവായൂർ ഏകാദശി വിശേഷങ്ങൾ പറഞ്ഞായിരുന്നു. എന്നാൽ സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രത്യേകത എന്താ, അതും കൂടി നമുക്ക് നോക്കാം. പുരാണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുരാരി എന്ന രാക്ഷസൻ ബ്രഹ്മദേവാവിൻ്റെ വരത്തിൻ്റെ ബലത്തിൽ സ്വർഗലോകത്തെ ആക്രമിക്കുകയും ദേവന്മാരെയൊക്കെ സ്വർഗത്തിൽ നിന്ന് ഓടിക്കുകയും സ്വർഗലോകത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും കൈക്കലാക്കുകയും ചെയ്തു. അഭയം തേടി ദേവന്മാരൊക്കെ ബ്രഹ്മാവിനെ ബ്രഹ്മലോകത്തിൽ ചെന്ന് കാണുകയും പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രഹ്മദേവാവ് പറയാണ്, മഹാവിഷ്ണു ശ്രീമൻ നാരായണനാണ് ഈ ജഗത്തിൻ്റെ പരിപാലകൻ. ഇതിനുള്ള പരിഹാരം അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ആരായിക്കുകയെന്നാണ് പറയുക. ദേവന്മാർ നേരെ വൈകുണ്ഠത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാണ് ആ പാൽക്കടലിൽ ഭഗവാൻ ക്ഷീര സാഗര ശയന നമോ ക്ഷീര സാഗര ശയന നമോ. ആ പാൽക്കടലിൽ ഭഗവാൻ സുഖനിദ്രയിലാണ്. ഭഗവാൻ ഇങ്ങനെയൊക്കെ സ്തുതിച്ച് അവരവരുടെ സങ്കടങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ആ ഒരു ചൈതന്യം കൊണ്ട് ഒരു ഭഗവതിയുടെ ആവിർഭാവം ഉണ്ടായി. ആ ഭഗവതി മുരാരി അദ്ദേഹത്തിൻ്റെ അച്ഛനും എല്ലാ ദാനവന്മാരെ നിഗ്രഹിക്കുകയും ദേവന്മാർക്ക് സ്വർഗലോകവും സർവ്വ ഐശ്വര്യങ്ങളിൽ ആ സ്വർഗപദവിയും വീണ്ടും നൽകുക ചെയ്യുക. സന്തോഷം കൊണ്ട് ദേവന്മാരൊക്കെ ഭഗവതിയോട് ചോദിക്കുകയാണ്, അമ്മേ, എന്താണ് നമ്മൾ തിരിച്ച് ചെയ്യേണ്ടത്? എൻ്റെ ജനനം അല്ലെങ്കിൽ എൻ്റെ ഓർമ്മ ഈ ലോകം മൊത്തം ഓർമ്മിക്കാനുള്ളൊരു ദിവസം വേണം എന്ന് ഭഗവതി പറഞ്ഞ പ്രകാരം മഹാവിഷ്ണുവിൻ്റെ പ്രിയയും മഹാവിഷ്ണു അംശവുമായ ആ ഭഗവതിക്ക് ഏകാദശി എന്ന പേരും ഏകാദശിയുടെ തിഥിയും വിശേഷാലായിട്ടാണ്. അതുകൊണ്ടാണ് ഏകാദശി എന്ന ആ നാൾ മഹാവിഷ്ണു പ്രീതിക്ക് വേണ്ടി നമ്മളെല്ലാവരും മാറ്റിവെക്കണം. നമ്മൾ വീട്ടിലൊക്കെ കേൾക്കാറുണ്ട്, നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശിയൊക്കെ പറയണത്, സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കും, അന്നാണ് ഏറ്റവും പുണ്യമുള്ളൊരു ദിവസം, മോക്ഷത്തിലേക്കുള്ള വഴി അന്നാണെന്നൊക്കെ പറയണത് കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് എന്ന് പറഞ്ഞാൽ ദശമിക്ക് ഒരിക്കൽ എന്ന് പറഞ്ഞാൽ കാലത്തും രാത്രിയും ധാന്യങ്ങൾ വേറെ ഉപയോഗിക്കാം. ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം കഴിച്ചുകൊണ്ട് ഏകാദശിയുടെ അന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എണീറ്റ് കുളിച്ച് ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തുളസി ഭഗവതി, വിഷ്ണുപ്രിയാം താം തുളസി എന്നാണ് പറയുക. വിഷ്ണു ഭഗവാൻ ഏറ്റവും പ്രിയയായ ശ്രീശക്തിയാണ് തുളസി ഭഗവതി. വിഷ്ണുപത്നി എന്നും പറയാറുണ്ട് നമ്മൾ. അങ്ങനെ ഇരിക്കുന്ന ഭഗവതിനെ പ്രാർത്ഥിച്ച് തുളസി തരയൊക്കെ നമ്മൾ പ്രദക്ഷിണം വെച്ച് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച്, നമ്മൾ വിളക്ക് വെക്കുന്ന സമ്പ്രദായമൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ട് അത് ഓർക്കുക, ഒന്ന് കാണുക. അങ്ങനെ വിളക്കൊക്കെ വെച്ച് ഹരിനാമ കീർത്തനങ്ങൾ എന്ന് പറയാം, നാരായണ മന്ത്രങ്ങൾ പ്രകീർത്തിപ്പിക്കുകയാണ് വേണ്ടത്. നാരായണ വിഷ്ണു മുരാരിയെ വധിച്ചതുകൊണ്ട് മുരാരി ഗോവിന്ദ
പത്മനാഭ ഗുരുവായൂരപ്പ എന്നൊക്കെ ശ്രുതിക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് എല്ലാ സർവ്വ നന്മകളും ഉണ്ടാവണമെന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ഇഷ്ടസൂക്തങ്ങളായ വിഷ്ണു സൂക്തം, പുരുഷ സൂക്തം, ഭാഗ്യസൂക്തം, സഹസ്രനാമങ്ങളും കൊണ്ട് അർച്ചന പുഷ്പാഞ്ജലിയൊക്കെ നടത്തിക്കൊണ്ട് അന്നേ ദിവസം മൊത്തത്തിൽ നാരായണ മന്ത്രം മാത്രം ജപിച്ചുകൊണ്ട്, നമ്മൾ മനുഷ്യരാണ്, ജീവിതത്തിൽ നമുക്ക് ഭയങ്കര ചാഞ്ചല്യം, കുരങ്ങനെ പോലെ എന്നാണല്ലോ പറയുക മനസ്സിനെ. ഇപ്പം നിന്നടുത്ത് കുറച്ച് കഴിയുമ്പോൾ നിൽക്കില്ല. എന്നാൽ അന്നേ ദിവസം എല്ലാ ദുശ്ചിന്തകളൊക്കെ മാറ്റി ദൂരാക്കി നല്ലത് മാത്രം കേട്ടുകൊണ്ട് നാരായണനെ ഭജിച്ചുകൊണ്ട് ആ ദിവസം പുണ്യമാക്കി തീർക്കുക. സന്ധ്യയ്ക്കും വിളക്ക് വെച്ചുകൊണ്ട് സന്ധ്യാദീപത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ച് ദ്വാദശിയുടെ അന്നാണ് ക്ഷേത്രത്തിൽ ചെന്ന് നമ്മുടെ ഈ വ്രതത്തിൻ്റെ പാരണം ഒഴിവാക്കുക. ഏകാദശിക്ക് നമ്മൾ പറയാറുണ്ട്, എന്തെന്ന് പറഞ്ഞാൽ അന്ന് ആഹാരം ഇല്ല എന്ന് പറയാറുണ്ട്. വ്രതമായിട്ടാണ് കണക്ക്. മനുഷ്യനാണ്, സാഹചര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് ഫലങ്ങളോ അരി ഒഴികെയുള്ള ധാന്യങ്ങളൊക്കെ സേവിക്കാം. എന്നാൽ ദ്വാദശിയുടെ അന്ന് അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് തീർത്ഥമൊക്കെ സേവിച്ച് പാരണം വിട്ടതിന് ശേഷം അരി ആഹാരമൊക്കെ കഴിക്കുക. അപ്പോൾ ഏകാദശി എന്താ പ്രാധാന്യം? വൈകുണ്ഠ ഏകാദശിയുടെ അന്ന് വ്രതം കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ ഏകാദശികളിലും വിശേഷമായിട്ടാണ് ഈ വൈകുണ്ഠ ഏകാദശിയെ പറയുക. എന്താ പറഞ്ഞാൽ വ്യാഴനെ കൊണ്ടുള്ള ദോഷങ്ങൾ ജാതകവശാൽ ആർക്കെങ്കിലുമൊക്കെ വ്യാഴൻ്റെ പ്രീതിക്കുറവുണ്ട്, എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വ്യാഴനെ മൗഢ്യമുണ്ട്, ജാതകാൽ വ്യാഴനെ പാപദോഷമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അന്നേ ദിവസം ഈ വ്രതം നോക്കണേ വളരെ ഉത്തമമായിട്ടാണ് പറയുക. വ്യാഴപ്രസാദം വളരെ ഉണ്ടാവാൻ ഇത് ഗുണം ചെയ്യും ജീവിതത്തിൽ. അതേപോലെ തന്നെ മഹാവിഷ്ണു പ്രീതി എന്ന് പറഞ്ഞാൽ പരിപാലനം, ഈ ശരീരത്തിൻ്റെ അകത്തിരിക്കണ ശൈവ വൈഷ്ണവ ശാക്തേയ ചൈതന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ ദുഃഖഹരനായ നമഃശിവായ എന്ന് പറയാം. ശൈവമായതു ദുഃഖങ്ങൾ തീർക്കാൻ, വൈഷ്ണവമായ പ്രീതി ഐശ്വര്യവും സമ്പത്തും സമൃദ്ധി വരാൻ വേണ്ടിയാണ്. അപ്പോൾ വൈഷ്ണവ പ്രീതി കൊണ്ട് വീട്ടിൽ എല്ലാ സമൃദ്ധികളും സന്തോഷങ്ങളും ഉണ്ടാവട്ടെ എന്നാണ് പറയുക. എന്നാൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല? നമ്മൾ വീട്ടിൽ ശുദ്ധമായിട്ടുള്ള രീതിക്ക് ഭക്ഷണം ഉണ്ടാക്കുകയും വീടൊക്കെ അടിച്ച് തളിച്ച് വാരി പുണ്യാഹം തളിച്ച് ശുദ്ധമാക്കി കുളിച്ച് ഭക്ഷണം വയ്ക്കുക. പാകം ചെയ്യുമ്പോഴൊക്കെ താമസ രാജസ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി സാത്വികമായ ഭക്ഷണം കഴിക്കുക. നമ്മൾ കുളിച്ച് ശുദ്ധമായതിന് ശേഷമാണ് ഭക്ഷണം ഒക്കെ ഉണ്ടാക്കേണ്ടത്. എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. വ്രതമുള്ള സമയങ്ങളിൽ എണ്ണ തേച്ച് കുളിച്ചൂടാ എന്നൊരു നിയമമുണ്ട്. ആഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ അശുദ്ധമാവാണ്ട് നോക്കുക, വറ്റാവാണ്ട് നോക്കുക. നമ്മൾക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഉപ്പും എരിവ് പുളിയൊക്കെ പാകാണോ എന്ന് നോക്കണ ശീലമുണ്ടല്ലോ, അതൊന്നും പാടില്ല എന്ന് പറയാം. ആഹാരം പാചകം ചെയ്ത് നാരായണനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, ദേവനെ അല്ലെങ്കിൽ ഹോമത്തിന് എങ്ങനെയാണോ ആഹാരം കൊടുക്കണേ അതേപോലെ ശരീരത്തിൻ്റെ അകത്ത് കൊടുക്കണ ആഹാരവും ശരീരത്തിൻ്റെ അകത്തിരിക്കണ പരമാത്മാവിനെ കൊടുക്കണേ തുല്യമായിട്ടാണ് പറയുക. അപ്പോൾ ആ ആഹാരം ഹോമിക്കണ പോലെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തിരിക്കണ നാരായണന് സമർപ്പിക്കുക എന്നതാണ് വേണ്ടത്. അങ്ങനെ ഈ ഏകാദശി വ്രതം ശ്രീനാരായണന് സമർപ്പിച്ചുകൊണ്ട് നല്ല ഭക്തിയോട് ശ്രദ്ധയോട് നാരായണ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നാരായണനെ സംബന്ധിച്ചുള്ള എന്തൊക്കെ ഉണ്ടോ പ്രകീർത്തനങ്ങളായിട്ടോ പുരാണങ്ങളായിട്ടോ സ്തോത്രങ്ങളൊക്കെ ആയിട്ടോ വൈഷ്ണവമായ അംശങ്ങൾ കൊണ്ടുള്ള എല്ലാ പ്രീതി ഉണ്ടാവാനുള്ള അനുഗ്രഹം ഉണ്ടാവാനുള്ള
കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഭക്തിയോട് ശ്രദ്ധയോട് ചെയ്യുക. എല്ലാ നന്മകളുണ്ടാവട്ടെ, എല്ലാ സുഖങ്ങളുണ്ടാവട്ടെ, ലോകത്തിന് മൊത്തം നന്മ ഉണ്ടാവട്ടെ. പൂർണ്ണത്രേശ ശരണം. നമസ്തേ.